Hi friends, welcome to VVS World. VVS World പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനെന്താ പറയുക, രാവിലെ മുതൽ വന്ന് ചൂണ്ടിടാൻ തുടങ്ങി. ഒരു മീനുമില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്ക് ധൈര്യം വരുന്നത്. നമ്മുടെ അച്ഛനെ നാട്ടിലായതുകൊണ്ട് സുഖം. അച്ഛനെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ 2 മീൻ ഉണ്ടാക്കി തരാം. അപ്പോൾ നമുക്ക് നോക്കാം അച്ഛൻ എങ്ങനെയാണ് മീൻ ഉണ്ടാക്കുന്നത്. തൽക്കാലം ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തുവാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും നടക്കുന്നില്ല. രാവിലെ മുതൽ ഇടാൻ തുടങ്ങിയത്, ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ഓലക്കൊടി കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ ഒരു കിലോ മീൻ ഉണ്ടാക്കി തരാം. സോ നമുക്ക് അച്ഛൻ്റെ മീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഓലക്കൊടി കൊണ്ടുള്ള മീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ, ഓല കൊണ്ടുള്ള മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഓല കൊണ്ടുള്ള മീൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യം ഒരു ഓലക്കൊടി എടുക്കുക, ഓലക്കൊടി തന്നെ ഉപ്പാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അച്ഛൻ ഫസ്റ്റ് നമുക്ക് ഈ ഇതിന് മെയിൻലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓലക്കൊടി, പിന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി അല്ലെങ്കിൽ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടത്. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ. അതൊന്ന് എന്താ പറയുക, വലിയ നീളമൊന്നും വേണ്ട, അതിൻ്റെ അറ്റം അഗ്രഭാഗങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു, ഷേപ്പ് ചെയ്തിട്ട്. എന്നിട്ട് ആ ഓലക്കൊടിയിൽ നിന്ന് ആ ഈർക്കിൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഓലക്കൊടിയിൽ നിന്ന് ആ ഈർക്കിൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ 2 ഭാഗം, അതായത് ഓലക്കൊടിയിൽ നിന്ന് ഇതാക്കി കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ഭാഗങ്ങൾ കിട്ടുമല്ലോ, അതെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ അറ്റം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ, അച്ഛാ ആ ലെങ്ത്ത് ഒന്ന് കാണിച്ചു കൊടുത്തേക്കും. ആദ്യം ഒരു പമ്പരം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് പോവാം, വെയിറ്റ് ചെയ്യും. കണ്ടല്ലോ, നമ്മുടെ ഓലക്കൊടീനെ ഒന്നിങ്ങനെ മടക്കി വെക്കുക. ഈ 2 ഓലക്കൊടിയും സെയിം ആയിട്ട് മടക്കി ഈ ഒരു രീതിയിൽ വെക്കുക. അച്ഛൻ ബാക്കി കാണിച്ചു. ഒരു പമ്പരം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരു പമ്പരം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു പമ്പരം ഉണ്ടാക്കുക. കണ്ടല്ലോ, അത് കൊളുത്തി ഈ ഒരു രീതിയിൽ എന്താ പറയുക, ഒരു പമ്പരം ഒരു അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സാധാ ഒരു പമ്പരം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, ഈ ഒരു രീതിയിൽ എടുക്കുക, പമ്പരം ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പമ്പരം ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിൽ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് തിരിച്ച് വെക്കുക. ഒരു ഓലക്കൊടി മടക്കുക. ഓക്കെ, ഒരു ഓലക്കൊടി മടക്കിയിട്ട് ഒരു ഓലക്കൊടി ഇതിൻ്റെ ഉള്ളിൽ കൂടി വെക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ മടക്കി എടുക്കണം. ഓക്കെ, കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി എടുത്തു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ എന്താ പറയുക പമ്പരം പോലെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മടക്ക് കഴിഞ്ഞു. ഇനി ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ മേളത്തെ ആ ഓലക്കൊടി ഉണ്ടല്ലോ, അത് ഈ ഇത് താഴേക്കും ഈ ഒരു ഭാഗത്തിൻ്റെ മേളിലൂടെയും ഇതിൻ്റെ താഴെക്കൂടിയായിട്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടാകും, അതിൻ്റെ മേളിലൂടെ ആയിട്ടാണ് ഇപ്പോൾ മച്ചൻ ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഏറ്റവും താഴെയുള്ളത് പിടിക്കുക. കണ്ട, ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എടുത്ത സംഭവം ഇതിനകത്തൂടെ ഒന്ന് എടുത്ത് വെക്കുക. ഒരു പകുതി മീനായിപ്പത് ഇപ്പോൾ ഒരു ഏറെക്കുറെ സംഭവം കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്നായി. ഓക്കെ, ഞാൻ നേരെ തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇത് ഈ അടിയിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. കണ്ടോ, ഈ താഴെയുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അതിനോട് എടുത്തിട്ട് മേളിലോട്ട് എടുക്കുക. അതുപോലെ ആ മേളിൽ കിടക്കുന്നതിനെ എടുത്തിട്ട് അടിയിൽ കൂടെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കോർക്കുക. ഓക്കെ, ഏറെക്കുറെ നമ്മുടെ മീനിൻ്റെ ആ ഒരു ലെവലായിട്ടുണ്ട്. കണ്ട, സംഭവം നല്ല കിട്ടില്ല കരിമീനാന്നാണ് പറയുന്നത് അച്ഛൻ. നമുക്ക് നോക്കാം. കണ്ട, ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു, എല്ലാ ഭാഗവും ഒന്ന് വലിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കണ്ടല്ലോ. ഇനി എന്താ പറയുക, പകുതി മീൻ തന്നെ കഴിഞ്ഞാൽ ചിറകും വാലൊക്കെ ഒന്ന് വെക്കാനുള്ളൂ. ഓക്കെ, ഇനി ആ ചിറക്, അതായത് അതിൻ്റെ എന്താ പറയുക നമ്മുടെ നീന്തുന്ന സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാന്ന് നോക്കാം. കണ്ടല്ലോ, 2 എന്താ പറയുക മീന് 2 വിങ്സ് ഒക്കെ വെച്ച് കൊടുത്തു. അതൊന്ന് ഷേപ്പിൽ വേണം ചെയ്യാൻ. കണ്ട,
കണ്ടല്ലോ, നമ്മളിനി ഇതിന് മീൻ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് മീനിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിന് വാലും കൂടി വെക്കാം. അപ്പോൾ വാല് വെക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് കണ്ടല്ലോ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ അല്ല ചവയ്ക്കുക, ഇവിടെ ആണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഇതാക്കിയിട്ടുള്ളൊരു ഓലക്കൊടിയുടെ കഷ്ണം എടുക്കുക. എന്നിട്ട് നോക്കിക്കോളൂ, കണ്ടല്ലോ വെച്ചെടുക്കുക. അവിടെ വെച്ച് ആ ചിറകിനകത്തോട്ട് കയറ്റി ഒന്ന് വെച്ചിട്ട് അവിടെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ അതും സെയിം ഷേപ്പ് തന്നെ. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അവിടുന്ന് എടുത്തിട്ട് ആ ചിറകിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് അതിനൊന്ന് ഒതുക്കി വെക്കുക. അത് ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ ആ ഭാഗവും സെയിം ഷേപ്പിൽ കണ്ടല്ലോ. ഇപ്പം ഏറെ കണ്ടല്ലോ, കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മുടെ മീൻ ഏറെക്കുറെ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന് ഒരു കണ്ണും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കിടിലായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മീൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന് ഇത് കണ്ടില്ലേ, 2 ചിറക് വന്നു, വാല് വന്നു. ഇനി ഇതിന് കണ്ണില്ല. അപ്പോൾ കണ്ണിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കറുത്തിട്ടുള്ള ചെറിയ രീതിയിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ സാധാരണ പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇപ്പം നമുക്ക് പൊട്ട് ഇവിടെ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ തൽക്കാലം കൺമഷി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് അച്ഛൻ കാണിച്ചു തരും അതും കൂടി വെക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, കണ്ടല്ലോ നമ്മളിപ്പം മീൻ ഇതുകൊണ്ട് കൺമഷി കറുത്ത ഇത് വെച്ചിട്ട് നമ്മളതിനൊരു കണ്ണും കൂടി വരച്ചു കൊടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ മോളെ നമ്മുടെ എന്താ പറയുക മക്കളെ, കരിമീൻ കിട്ടില്ല, കരിമീനായിരിക്കും. കണ്ടല്ലോ എങ്ങനെയുണ്ട് കരിമീൻ. ഇനി ഇതിന് നമ്മൾ ഒരു ഈർക്കള്ള് കൊടുക്കണമല്ലേ, ഈർക്കള്ളിലൂടെ അങ്ങോട്ട് കോർത്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പം അച്ഛത് കാണിച്ചു തരും. അത് നമ്മൾ നേരത്തെ ഒഴിവാക്കിയ ഈർക്കളുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതെടുത്ത് നല്ല കാറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ പുഴയുടെ ഒക്കത്താണ്, നല്ല കാറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ അറ്റത്ത് ഈർക്കിലെടുത്ത് അതിൻ്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് അതിനെ നമ്മുടെ മീനിൻ്റെ നോക്കിക്കോളൂ, കണ്ടല്ലോ ആ മേളിൽ തന്നെ അങ്ങ് ഓട്ടയിട്ട് കണ്ടോ, ഇവിടെ തന്നെയാണ് ഇട്ടേക്കുന്നത്. വെച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്, കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അത് ഈർക്കിലിട്ട് കൊളുത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ കണ്ടല്ലോ മീനതാ പറക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ മീന്. എങ്ങനെയുണ്ട്, കിടിലല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടില്ല നമ്മളെ മീൻ വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം, മീനൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒരു ഇതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായിട്ട് ചെയ്താലും മതി, ക്ലിയർ ചെയ്ത് തരാം. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക് അല്ലെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ് വർക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ.